ജിബൂട്ടിയുടെയും എത്യോപ്യയുടെയും അതിർത്തി പ്രദേശത്തെ ലേക്ക് അബ്ബെ എന്ന ഉപ്പു തടാകത്തിനടുത്തു നിന്നുമുള്ള മടക്കയാത്രയിലാണ് ഞങ്ങൾ. ചിതൽപുറ്റുകൾ പോലെ ഉയർന്നു നിൽക്കുന്ന ലൈംസ്റ്റോൺ ചിമ്മിനികളെ പിന്നിലാക്കിക്കൊണ്ടുള്ള യാത്ര. വഴിമധ്യേ ഒരു വാഹനം കിടക്കുന്നു. കാര്യമെന്താണെന്നറിയാൻ ഇറങ്ങി. ഇവിടെ ഒരു കാഴ്ചയുണ്ടത്രേ. വ്യത്യസ്തമായത് എന്തെങ്കിലുമായിരിക്കാം. ചുണ്ണാമ്പുകല്ലിന്റെ വലിയൊരു ചിമ്മിനിയുണ്ടിവിടെ. അതിനു മുകളിൽ നിന്ന് പുക വമിച്ചുകൊണ്ടിരിക്കുന്നു. 50 അടിയോളം ഉയരമുള്ള ചിമ്മിനിയാണ്. നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപം കൊണ്ടതാണിത്. ഭൗമാന്തർഭാഗത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇത്തരം ചിമ്മിനികൾ രൂപം കൊള്ളാനും അതിൽ നിന്നും നീരാവി ഉയരാനുമെല്ലാം കാരണം. ചൂടു നീരുറവകളുടെ കവാടങ്ങളാണ് ഓരോ ലൈംസ്റ്റോൺ ചിമ്മിനിയും. ഞങ്ങൾക്ക് മുൻപേ വന്നവർ വിശദമായി കാഴ്ചകൾ കാണുന്നുണ്ട്. ചിലർ ചൂടു നീരുറവയിലെ വെള്ളം ശേഖരിക്കുന്നു. ഇദ്രിസ് മറ്റൊരു കാഴ്ചയിലേക്കാണ് എന്നെ നയിക്കുന്നത്. ആ പോലീസുകാരൻ ഇപ്പോൾ എന്റെ അടുത്ത സുഹൃത്തായി കഴിഞ്ഞു. നീർച്ചാലിനടുത്ത് ഒരു യുവതി ഇരിപ്പുണ്ട്. തണുത്ത വെള്ളമാണ് ചാലിലേതെന്ന് ഇദ്രിസ് സാക്ഷ്യപ്പെടുത്തി. ഇത് കുടിക്കാവുന്ന ശുദ്ധജലമാണെന്നാണ് ഇദ്രിസ് പറഞ്ഞു തരുന്നത്. ഇവിടെ വരുന്നവർക്ക് മാലയും പന്നിത്തേറ്റയും വിൽക്കുക കൂടി ഈ ജിബൂട്ടിക്കാരിയുടെ ലക്ഷ്യമാണ്. ഇദ്രിസ് അതൊന്നു വാങ്ങി തിരിച്ചും മറിച്ചും നോക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളുടെ ഒരു പതിവ് സ്റ്റോപ്പായിരിക്കാം ഇത്. അതുകൊണ്ടാണ് ഇവൾ രാവിലെ മുതൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. ക്യാമറയ്ക്ക് മുഖം തരാതെ നീർച്ചാലിന്റെ പക്കത്തെ പുൽനാമ്പ് പറിച്ചും മറ്റും അവൾ അങ്ങനെ ലജ്ജാവതിയായിരിക്കുന്നു. ഇവിടെ കുറേയേറെ ലൈംസ്റ്റോൺ ചിമ്മിനികൾ അടുത്തടുത്തായി നിലകൊള്ളുന്ന ഒരു ഭാഗമുണ്ട്. ഞങ്ങൾ അതിനിടയിലേക്ക് കയറി. ഭീമാകാരൻ ചിമ്മിനികളാണ്. ഇങ്ങനെ കാണുമ്പോൾ മൺകൂനകളാണെന്ന് തോന്നും. നല്ല ഉറപ്പുള്ള ശിലകൾ തന്നെയാണിത്. നൂറ്റാണ്ടുകളായി ചൂടു നീരുറവകൾ ഒഴുകി കാൽസ്യം കാർബണേറ്റ് ഉൾപ്പെടെയുള്ളവയാൽ രൂപപ്പെട്ട ചിമ്മിനികൾ. വലിയൊരു കോംപ്ലക്സ് തന്നെയാണിത്. ദുരൂഹമായ ഒരു കോട്ടയുടെ അകത്തേക്കാണ് നടന്നെത്തുന്നതെന്ന് തോന്നും. കടലിനടിയിലെ പവിഴപ്പുറ്റു ശൃംഖലയുടെ രൂപം. നല്ല കടുപ്പമുള്ള ചുണ്ണാമ്പ് കല്ല്. എത്രയോ നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപം കൊണ്ടതാണ് ഇവയോരോന്നും. വലിയൊരു സമതലത്തിനു ചുറ്റുമായി ഒരു കോട്ട പോലെയാണ് ലൈംസ്റ്റോൺ ചിമ്മിനികൾ ഉയർന്നു നിൽക്കുന്നത്. ഈ പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ ജിബൂട്ടി പോലൊരു ദരിദ്ര രാജ്യത്തിന് കഴിയുന്നില്ല. പ്രകൃതി ഒരുക്കിയ അതിബൃഹത്തായ ഒരു വിസ്മയ പ്രദേശം. ഇതാ മമാക്കി ഒരു ചിമ്മിനിയുടെ മുകളിൽ കയറി നിൽക്കുന്നു. എപ്പോഴാണ് അയാൾ അവിടെ കയറിപ്പറ്റിയതെന്നറിയില്ല. ഇദ്രിസും അതിനു മുകളിലേക്ക് കയറി. ഈ ചിമ്മിനിയുടെ മുകളിൽ നിന്നാൽ ഒരു കാഴ്ചയുണ്ടെന്ന് പറഞ്ഞാണ് ഇദ്രിസ് കയറുന്നത്. ഞാനും അവരുടെ പിന്നാലെ നടന്നു. ഒരു ഗോത്രമനുഷ്യന്റെ വൈദഗ്ധ്യത്തോടെ ഇദ്രിസ് വളരെ പെട്ടെന്ന് കയറിപ്പോകുന്നു. ഇത്തരം പ്രവൃത്തികൾക്കെല്ലാം അവർക്കൊരു താളമുണ്ട്. വളരെ പാടുപെട്ട് മമാക്കിയുടെ സഹായത്തോടെ സുരേഷും മുകളിലേക്ക് കയറി. അതേ വഴി തന്നെ നടന്ന് കയറിക്കൊള്ളാൻ അവർ എന്നെയും ഉപദേശിച്ചു. ഞാനൊന്ന് ശ്രമിച്ച് നിരാശനായി. അവരാകട്ടെ ആ ചിമ്മിനിയുടെ വശങ്ങളിലൂടെയെല്ലാം ചുറ്റി നടക്കുന്നു. ഒരു കാഴ്ച എന്നെ കാണിക്കാനാണ് ഇദ്രിസ് ചിമ്മിനിയുടെ വശങ്ങളിലൂടെ നടക്കുന്നത്. ഇതാണ് സംഗതി. ചിമ്മിനിയിൽ വലിയൊരു വിള്ളൽ. ആ വിള്ളലിലൂടെ ഭൂമിക്കടിയിൽ നിന്നും എത്രയോ കാലം ആവി പ്രവഹിച്ചുകൊണ്ടിരുന്നതാണ്. കുറച്ചു വർഷങ്ങളായി അത് നിലച്ചിരിക്കുകയാണെന്നാണ് ഇദ്രിസും മമാക്കിയും പറയുന്നത്. ഈ പ്രദേശത്തെ പല ലൈംസ്റ്റോൺ ചിമ്മിനികളും മൃതാവസ്ഥയിലായിട്ടുണ്ട്. യാത്ര തുടരുമ്പോൾ നേരെ മുന്നിൽ മറ്റൊരു വലിയ ചിമ്മിനി കണ്ടു.
ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമിക്കടിയിൽ നിന്നുള്ള ഉഷ്ണജല പ്രവാഹത്തിലൂടെ അടിഞ്ഞുകൂടിയ കാൽസ്യം കാർബണേറ്റും മറ്റ് ലവണങ്ങളുമാണ് ഈ മലയായി രൂപപ്പെട്ടിരിക്കുന്നത്. അതിനടുത്ത് ഇറങ്ങണമോ എന്ന് സുരേഷ് ചോദിച്ചു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. സുരേഷാണ് പൂർണ്ണസമയവും ഡ്രൈവിംഗ് സീറ്റിൽ. എനിക്ക് സൗകര്യപ്രദമായി ഷൂട്ട് ചെയ്യാനാവും വിധമാണ് സുരേഷിന്റെ ഡ്രൈവിംഗ്. അങ്ങകലെ ഒരു വെളുത്ത സമതലം കാണാം. അതൊരു ഉപ്പു മരുഭൂമിയാണ്. അതിന്റെ ഒരറ്റം ലേക്ക് അബ്ബയിലാണ് എത്തി നിൽക്കുന്നത്. വണ്ടിയൊന്ന് നിർത്താൻ ഞാൻ പറഞ്ഞു. ഉപ്പു മരുഭൂമിയിൽ പൊടിക്കാറ്റുയരുന്നു. ആ മരുഭൂമിയുടെ പാതിഭാഗം ജിബൂട്ടിയിലും മറുപകുതി എത്യോപ്യയിലുമാണ്. കൊടും വെയിലിലൂടെ ഒരൊട്ടകവുമായി 2 പേർ വരുന്നു. വർത്തകരാണ്. അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് അവശ്യസാധനങ്ങളുമായി പോകുകയാണിവർ. ഇവിടെ പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്കുള്ള ചരക്കുനീക്കം ഇപ്പോഴും ഇങ്ങനെയാണ്. അരി, ഗോതമ്പ്, എണ്ണ, പലചരക്ക് സാധനങ്ങൾ എന്നിങ്ങനെ ഒരു ഗ്രാമത്തിനു വേണ്ടതെല്ലാം ഈ ഒട്ടകപ്പുറത്തുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി അറേബ്യയിലും ആഫ്രിക്കയിലും വർത്തകർ നീങ്ങിയിരുന്നത് ഇങ്ങനെയായിരുന്നല്ലോ. എത്രയോ പിന്നിലേക്കുള്ള ചരിത്രത്തെയാണ് ഈ കാഴ്ച ഓർമ്മയിലെത്തിക്കുന്നത്. ഇന്നും ഇത് തുടരുന്നു എന്നതാണ് അത്ഭുതം. ഇപ്പോൾ ഈ ജീവിതം കാണണമെങ്കിൽ ആഫ്രിക്കയിൽ തന്നെ വരണം. മരുഭൂമിയിൽ തങ്ങളുടേതായ വഴിയുണ്ടാക്കി അവരങ്ങനെ പോകുന്നു. ലക്ഷ്യത്തിലേക്ക് ഏറ്റവും എളുപ്പത്തിലെത്താവുന്ന വിധം സ്വയം പാത തെളിച്ചാണ് മരുഭൂമിയിലൂടെ വർത്തകർ കടന്നുപോവുക. മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് വളരുന്ന ഒരു മരത്തിന്റെ ഇത്തിരിത്തണലിൽ 2 പേരുണ്ട്. മരുഭൂമിയുടെ ഏതോ കോണിലുള്ള ഒരു ഗ്രാമത്തിലേക്ക് നടക്കുന്നതിനിടെ അല്പനേരം വിശ്രമിക്കുന്നവരാകാം. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഉപ്പുമരുഭൂമിക്ക് സമാന്തരമായാണ് കാർ നീങ്ങുന്നത്. നേരം 10 മണി കഴിഞ്ഞു. മരുഭൂമിയിൽ വെയിൽ ചൂട് കൂടുകയാണ്. വാഹനത്തിൽ ഡീസൽ നന്നേ കുറവാണെന്ന് സുരേഷ് ഒരറിയിപ്പ് തന്നു. അതെവിടെ കിട്ടുമെന്ന് ഇദ്രിസിനോട് ചോദിച്ചു. ഇവിടെ അടുത്തൊന്നും പമ്പുകളില്ലെന്നായിരുന്നു മറുപടി. ദിഖിൽ ആണ് ഇനി ആദ്യമെത്തുന്ന ടൗൺ. ചിലയിടത്ത് കുറച്ചുപേർ നിന്ന് വഴി നന്നാക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള ഗ്രാമീണരാണ് പണിക്കാർ. ഗവൺമെന്റ് അവർക്കുള്ള കൂലി നൽകുന്നു. പണമില്ലാത്തതുകൊണ്ട് മാത്രമല്ല ഇത്തരം വഴികൾ ടാർ ചെയ്യാതിടുന്നത്. ഇങ്ങനെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പാതകൾ മൺറോഡാക്കിയിടുന്നതാണ് ആഫ്രിക്കൻ രീതി. പലയിടത്തുമുണ്ട് പണിക്കാർ. ഇപ്പോൾ കുത്തബൂയ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒട്ടകങ്ങളും ഓടിയെടുക്കുന്ന കുട്ടികളും പുട്ട കമഴ്ത്തിയതുപോലുള്ള വീടുകളുമെല്ലാം പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ഒരു ഗ്രാമത്തലവന്റെ കീഴിൽ ഒത്തൊരുമയോടെ ജീവിക്കുന്നവരൊന്നുമല്ല ജിബൂട്ടിയിലെ ഇത്തരം ഗ്രാമങ്ങളിലുള്ളത്. ഗോത്രസഭയും അതിന്റെ തലവനുമൊക്കെയാണ് സാമൂഹ്യ ജീവിതത്തിലെ സ്വാധീന ശക്തികൾ. അതാകട്ടെ ഭരണപരമായ ഒരു സംവിധാനവുമല്ല. അതുകൊണ്ട് തന്നെ ജനക്ഷേമകരമായ പദ്ധതികൾ വളരെ വിരളമായേ ഇത്തരം വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്താറുള്ളൂ. ശുദ്ധജലക്ഷാമമാണ് ഗ്രാമങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. പൊടിമയമായ പരന്ന ഒരു പ്രദേശത്താണ് ഗ്രാമവീടുകൾ. ഇത്തരം ഗ്രാമങ്ങളിലൊന്നും ആർക്കും ഭൂമിയുടെ ഉടമസ്ഥാവകാശമില്ലെന്നതാണ് പ്രത്യേകത. ആളുകൾ തോന്നുന്നിടത്ത് വീട് വയ്ക്കുകയും ആട്ടിൻകൂടുണ്ടാക്കുകയും ചെയ്യുന്നു. മരുഭൂമിയിൽ വേലി കെട്ടിത്തിരിച്ച് സ്ഥലം സ്വന്തമാക്കി വെച്ചിട്ട് കാര്യവുമില്ലല്ലോ. ലോക ക്ലാസിക്കുകളിൽ എവിടെയോ വായിച്ചിട്ടുള്ള തരം സ്ഥലങ്ങളാണ്. കൊട്ടവീടുകൾ, നരച്ച ഭൂമി, അതിലങ്ങിങ്ങ് വളർന്നു നിൽക്കുന്ന ചെറുചെടികൾ. ആടുവളർത്തലാണ് ആളുകളുടെ ഉപജീവനമാർഗം. ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേകമായൊരു ചന്തവും ഭാവവുമുണ്ടെങ്കിലും ഇവിടങ്ങളിലെ ജീവിതം ഏറ്റവും ദുഷ്കരമാണെന്നറിയണം. ഗ്രാമം പിന്നിടുമ്പോൾ ഇവിടെ ഒരു കാഴ്ചയുണ്ട്. നല്ല കാറ്റുള്ള ഒരു സ്ഥലത്ത് നിന്ന് 2 സ്ത്രീകൾ വെള്ളം കോരുന്നു.
ചെറു കന്നാസുകളിലും തകരപ്പാട്ടയിലുമാണ് വെള്ളം നിറയ്ക്കുന്നത്. കാറ്റ് അവരെ പറത്തിക്കൊണ്ടു പോകുമെന്ന് തോന്നി. ഗ്രാമത്തിന് സമീപം ആകെയുള്ള ജലസ്രോതസ്സാണിത്. അടുത്തേക്ക് ചെല്ലുമ്പോൾ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാതെ വരുമോ എന്നൊരാശങ്കയുണ്ട് എനിക്ക്. ചിലപ്പോൾ അവർ ഉപദ്രവിച്ചേക്കാം. അതിനാൽ വാഹനത്തിലിരുന്നാണ് ഞാൻ ഈ ഷോട്ടുകൾ എടുക്കുന്നത്. ഇറങ്ങി അവരുടെ അടുത്തേക്ക് പോകാമെന്നാണ് ഇദ്രിസ് പറയുന്നത്. മമാക്കിയാകട്ടെ അതിന് സമ്മതിക്കുന്നുമില്ല. വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന രീതി ഇതാണ്. നിറച്ച കന്നാസ് തുണി ഉപയോഗിച്ച് മുതുകിൽ കെട്ടിയുറപ്പിക്കുന്നു. ആഫ്രിക്കൻ ഗ്രാമങ്ങളിലുള്ളവർ കുട്ടികളെയും വിറകുമെല്ലാം കൊണ്ടുപോവുക ഇങ്ങനെ മുതുകിൽ കെട്ടിവെച്ചാണ്. കന്നാസ് പുറത്ത് കെട്ടിവെച്ച് രണ്ടു കൈകളിലും വെള്ളം നിറച്ച പാട്ട തൂക്കിപ്പിടിച്ച് അവരങ്ങനെ പോകുന്നു. വെള്ളം കോരലിനേക്കാൾ അതിന്റെ ഈ ട്രാൻസ്പോർട്ടേഷനാണ് രസകരം. സ്ത്രീകൾ പോയതിനാൽ കിണറൊന്ന് കാണാനായി ഞാൻ അതിനടുത്തേക്ക് ചെന്നു. ഒരു ചെറിയ കുഴി. അതിന്റെ അടിത്തട്ടിൽ ഊറിവരുന്ന ജലമാണ് സ്ത്രീകൾ അപ്പോൾ കോരിയെടുക്കുന്നത്. മറ്റൊരാൾ നീളൻ കുടുവാളുമായി വന്നിരിക്കുന്നു. ഇയാളും വെള്ളമെടുക്കാൻ വന്നത് തന്നെയാണ്. പാട്ട മുങ്ങാനുള്ള വെള്ളമില്ല കിണറ്റിൽ. നല്ല തണുപ്പുള്ള ശുദ്ധജലമാണത്രേ. അപ്പോഴേക്കും ഇദ്രിസ് വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നു. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ഞാൻ ഇദ്രിസിനോട് പറഞ്ഞു. ഇദ്രിസ് പാട്ടയിൽ നിന്ന് നേരെ തന്നെ കുടിക്കുന്നു. നല്ല ശുദ്ധജലമാണെന്നാണ് ഇദ്രിസിന്റെ സാക്ഷ്യം. കിട്ടിയ അവസരത്തിൽ മമാക്കി തന്റെ മൊട്ടത്തലയൊന്ന് കഴുകിയെടുത്തു. കുടുവാൾ വാങ്ങി ബലം നോക്കി അതേക്കുറിച്ചുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചു ഇദ്രിസ്. ഗോത്രവർഗക്കാരുടെ ഒരു പ്രധാന ആയുധമാണിത്. എതിരാളികൾക്കുമേൽ നിർദ്ദയം പ്രയോഗിക്കുന്ന ആയുധം. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കുത്തബൂയ ഗ്രാമം പിന്നിലായി. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അടുത്തതായി അസൈല ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ കുറച്ച് ആളനക്കമുണ്ട്. ചക്രമൂരി മാറ്റിയ വാഹനങ്ങൾ മിക്ക ഗ്രാമത്തിലും കിടക്കുന്നത് കാണാം. സ്കൂളിൽ നിന്നിറങ്ങി വന്ന 2-3 കുട്ടികൾ ഞങ്ങളുടെ വണ്ടിക്കൊപ്പം ഓടുന്നു. ആഫ്രിക്കൻ കരുത്താണ് ഇവൻ കാണിക്കുന്നത്. വാഹനത്തിനൊപ്പം കുറേ ദൂരമോടി അവൻ പിൻവാങ്ങി. സാമാന്യം നല്ല വീടുകളും ദുർബലമായ കുടിലുകളുമെല്ലാമുള്ള പ്രദേശങ്ങൾ. ഇനിയും ദീർഘദൂരം പോകാനുണ്ട്. ഗ്രാമം കടന്ന് മണൽ നിറഞ്ഞ ഒരു നിരന്ന ഭാഗത്തുകൂടിയായി യാത്ര. ഈ പാതയുടെ ഏതാനും കിലോമീറ്റർ വലതുവശത്തും ഇടതുവശത്തും വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത ലാവപ്പാറകൾ നിറഞ്ഞ കുന്നുകളാണ്. ഞങ്ങൾ ഈ പോകുന്നിടം മാത്രമാണ് മണലുള്ള ഭാഗം. അതുകൊണ്ടാണ് ഇതിലൂടെ ഒരു പാത രൂപപ്പെട്ടിരിക്കുന്നത്. ലേക്ക് അബ്ബയിലേക്ക് വാഹനത്തിൽ പോകാൻ ഇതേ ഒരു വഴിയുള്ളൂ. ഉച്ചനേരമായി. നല്ല ചൂടുണ്ട്. 36 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉച്ചനേരത്ത് ഇവിടുത്തെ ശരാശരി താപനില. വളരെ കുറഞ്ഞ തോതിൽ മാത്രം മഴ ലഭിക്കുന്ന പ്രദേശമാണിത്. ഊഷരമായ മരുഭൂമിയിലെ മൺവഴിയിലൂടെയുള്ള ദീർഘമായ യാത്രക്കൊടുവിൽ ഞങ്ങൾ ഹൈവേയിലേക്കെത്തി. ഭാഗ്യം, വാഹനത്തിലെ ഡീസൽ തീർന്നില്ല. ഇനി ഒരു പമ്പ് കണ്ടെത്തണം. ഹൈവേയിൽ കയറി ഡീസൽ കിട്ടുന്ന സ്ഥലം അന്വേഷിക്കുകയായി. പാതയിൽ ചരക്ക് ലോറികളുടെ നീണ്ട നിര. ഇത്രയും വാഹനങ്ങൾ കടന്നുപോകുന്ന പട്ടണത്തിൽ ഒരു പെട്രോൾ പമ്പ് കാണാനില്ല. ദിഖിൽ പ്രദേശമാണിത്. പെട്രോൾ പമ്പ് അന്വേഷിച്ച് ഞങ്ങൾ കുറേ ദൂരമോടി. പലരോടും അന്വേഷിച്ചു. പണ്ടിവിടെ ഒരു പമ്പുണ്ടായിരുന്നെന്നും അത് പൂട്ടിപ്പോയെന്നുമാണ് ആളുകൾ പറഞ്ഞത്.
ബ്ലാക്കിൽ പെട്രോൾ വിൽക്കുന്ന 1-2 കടകൾ ഇവിടെയുണ്ടത്രേ. അവരെ സമീപിക്കാനാണ് എല്ലാവരും പറയുന്നത്. ഒടുവിൽ വണ്ടിത്താവളമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരിടം കണ്ടെത്തി. ഉച്ചയായല്ലോ, അല്പം ഭക്ഷണം കഴിച്ചാൽ കൊള്ളാമെന്നാണ് ഇദ്രിസ് പറയുന്നത്. ഇവിടെ ചെറിയൊരു റെസ്റ്റോറന്റ് ഉണ്ട്. സ്ത്രീകൾ നടത്തുന്ന റെസ്റ്റോറന്റാണ്. സുരേഷ് ഇറങ്ങി അവിടേക്ക് ചെന്നു. ഭക്ഷണമുണ്ടോ എന്നും ഡീസൽ കിട്ടുന്ന സ്ഥലം ഏതാണെന്നും അന്വേഷിക്കണം. ഞാനും റെസ്റ്റോറന്റിനകത്തേക്ക് കയറി ചെന്നു. കൊക്കക്കോളയും കാപ്പിയും ബിസ്ക്കറ്റും മറ്റുമേ ഇവിടെ കിട്ടുകയുള്ളൂ. കനപ്പെട്ട ഭക്ഷണമൊന്നുമില്ല. ഇദ്രിസും മമാക്കയുമാകട്ടെ ആനയെ തിന്നാനുള്ള വിശപ്പുള്ളവരാണ്. മറ്റൊരിടത്ത് ഭക്ഷണം കിട്ടുമെന്നാണ് ഇദ്രിസ് പറയുന്നത്. ലോറിക്കാരുടെ ഒരു വിശ്രമ കേന്ദ്രമാണിത്. ഞങ്ങൾ അതിനകത്തേക്ക് കയറി ചെന്നു. ഒരുതരം പുല്ലുമേഞ്ഞ് കമ്പുകൾ കൊണ്ട് അരികുകൾ മറച്ച ഒരു ഷെഡ്. അതിനകത്ത് ഒരു കട്ടിലിൽ മുഖം മറച്ചു കിടന്ന് ഒരാൾ ഉറങ്ങുന്നുണ്ട്. ഒരു ഉറക്കത്തിനാണ് ഫീസ്. കട്ടിലിലോ ചുറ്റുമുള്ള തറയിലോ കിടക്കാം. ഡീസൽ മോഷ്ടിച്ചു വിൽക്കുന്ന ഒരാളെ സുരേഷും സുഹൃത്തുക്കളും കണ്ടെത്തി. എത്യോപ്യയിലേക്ക് പോകുന്ന ടാങ്കർ ലോറികളിൽ നിന്നും ഡീസൽ മോഷ്ടിച്ച് മറിച്ചു വിൽക്കുന്ന അയാളിൽ നിന്ന് 2 കന്നാസ് ഡീസൽ വാങ്ങാമെന്ന് തീരുമാനിച്ചു. അനധികൃതമാണ് വിൽപ്പന. ഇക്കാണുന്നതും ഒരു കടയാണ്. ബുന്നക്കടയാണിതെന്നും ഇവിടെ നിന്നും ഓരോ ബുന്ന കുടിക്കാമെന്നും ഇദ്രിസ് പറഞ്ഞു. ബുന്ന മാത്രമല്ല, മറ്റു പലതും ഇവിടെ കിട്ടുമെന്ന് ഇദ്രിസ് ഒരു ചെറുചിരിയോടെ പറയുന്നുണ്ടായിരുന്നു. അകത്ത് അതിഥികൾക്ക് വേണ്ടി ഹുക്കയുണ്ട്, മെത്തയുണ്ട്, തലയിണകളുണ്ട്. ഈ സ്ത്രീയാണ് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരി. ക്യാമറ കണ്ടപ്പോൾ അവൾക്ക് ചെറുലജ്ജ. ഇദ്രിസ് അവളുമായി വലിയ ലോഹ്യത്തിലായി. വട്ടത്തിലിരുന്ന് ഹുക്ക വലിക്കുകയും ബുന്ന കുടിക്കുകയുമാവാം. ഇദ്രിസ് ഹുക്കയെടുത്തു. ഒരു പിടുത്തം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നന്നായി സിഗരറ്റ് വലിക്കുന്ന ആളുമാണ് ഇദ്രിസ്. ചെറിയ അടുപ്പിൽ കനല് കൂട്ടി. അതിനുമേൽ ജബന എന്നറിയപ്പെടുന്ന കെറ്റിൽ വച്ചു. ജബനയിലെ വെള്ളം തിളച്ചു കഴിയുമ്പോഴാണ് കാപ്പിപ്പൊടിയിടുക. വറുത്ത് ചെറിയ ഉരലിൽ പൊടിച്ചെടുത്ത എത്യോപ്യൻ കാപ്പിപ്പൊടിയാണ് ജബനയിലിടുന്നത്. അതിന്റെ ഭരണി തുറക്കുമ്പോൾ തന്നെ ഉന്മേഷദായകമായ ഒരു ഗന്ധം പരക്കുന്നുണ്ട്. കൊതിപ്പിക്കുന്ന മണം. പൊടിയിട്ട വെള്ളം ഒന്നുകൂടി തിളപ്പിക്കുകയാണ്. കട നടത്തിപ്പുകാരിയുടെ അമ്മായിയമ്മയാണ് സഹായത്തിനെത്തിയിരിക്കുന്നത്. ജിബൂട്ടിയിലെ സ്ത്രീകൾക്ക് ദ്രാവിഡമായ ചില രൂപഭാവങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. സ്പ്രിങ് പോലുള്ള മുടിയൊഴിച്ചാൽ തമിഴ്നാട്ടിലെ സ്ത്രീകളുടെ രൂപമാണിവർക്ക്. കാപ്പി തിളയ്ക്കാൻ കുറച്ചധികം സമയമെടുക്കും. ഹുക്കയിൽ പുക കുറവാണ്. പക്ഷേ ഇദ്രിസ് അത് ആഞ്ഞു വലിച്ച് ആസ്വദിക്കുന്നുണ്ട്. അല്പം കിന്നാരം പറഞ്ഞിരിക്കാൻ ഇദ്രിസിനും വലിയ താല്പര്യം. വൈകുന്നേരമാണ് ഇവിടെ തിരക്കു കൂടുകയെന്നാണ് ഇദ്രിസ് പറയുന്നത്. പകൽ നേരത്ത് ആളുകൾ പൊതുവെ കുറവായിരിക്കും. അമ്മായിയമ്മ കാപ്പിപ്പരിപ്പ് വറുത്തെടുക്കുകയാണ്. അധികം ഉണങ്ങാത്ത കോഫി ബീൻസാണ് ബുന്നയുണ്ടാക്കാൻ ഉപയോഗിക്കുക. അത് ചെറിയൊരു പാനിൽ വെച്ച് ചെറുചൂടിൽ വറുത്തെടുക്കുന്നു. ബുന്ന കുടിക്കാനിരിക്കുന്നവരുടെ മുന്നിൽ വെച്ചു തന്നെ അത് പാകം ചെയ്യുന്നതാണ് എത്യോപ്യയിലും എറിത്രിയയിലും ഇവിടെ ജിബൂട്ടിയിലുമൊക്കെയുള്ള ആചാരം. അതിഥിയെ ആദരിക്കുന്നതിന്റെ സൂചന കൂടിയാണത്. മൺപാത്രത്തിലെ ബുന്ന പെട്ടെന്ന് തിളയ്ക്കാനായി കനൽ വീശിയെരിക്കുന്നുണ്ട്. അമ്മായിയമ്മയും മരുമകളും കൂടി ഞങ്ങളെ ശരിക്കും സൽക്കരിക്കുകയാണ്. ബുന്ന റെഡിയായി. കൊഴുകൊഴുത്ത ആ കാപ്പി 4 കപ്പുകളിലേക്ക് പകർന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ള പാനീയമാണ് എത്യോപ്യൻ ബുന്ന. ഗംഭീരമായ ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്ന പാനീയം. തിളച്ച കാപ്പി ഊതി കുടിക്കുകയാണ് മമാക്കി.
ഇദ്രിസും ബുന്ന ആസ്വദിക്കുന്നു. എന്നാൽ മമാക്കയുടെ കാപ്പികുടി കാണേണ്ടത് തന്നെയാണ്. അതിനൊരു താളമുണ്ട്. കാപ്പികുടി കഴിഞ്ഞു. ഇദ്രിസ് തന്നെ പണം നൽകി. അമ്മായിയമ്മയ്ക്ക് വലിയ സന്തോഷമായി. അവരോടും മരുമകളോടും യാത്ര പറഞ്ഞു. ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ വണ്ടിയിൽ ഡീസലടിച്ച് സുരേഷ് കാത്തുകിടപ്പുണ്ട്. ആരോ മോഷ്ടിച്ചു വിൽക്കുന്ന ഡീസലാണെങ്കിലും ഞങ്ങൾക്കത് പ്രയോജനപ്പെട്ടു. വീണ്ടും യാത്ര തുടങ്ങി. ദീർഘമായ യാത്രയാണ് ഇനി.